Part 9 decimal. So, ഇതിൽ 12ാമത്തെ question. By what number should 4.3 be multiplied so that the product is 0.43. Question മനസ്സിലായോ? By what number should 4.3 be multiplied? ഏത് നമ്പറിനെ കൊണ്ട് 4.3നെ മൾട്ടിപ്പിൾ ചെയ്താലാണ് പ്രോഡക്റ്റ് വന്നിട്ട് 0.43 കിട്ടും. ഇതാണ് ഏത് നമ്പർ, വിച്ച് നമ്പർ അല്ലെങ്കിൽ ബൈ വാട്ട് നമ്പർ ഷുഡ് 4.3 be multiplied so that the product is 0.43. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ നമ്പർ എന്തെന്ന് കിട്ടണമെങ്കിൽ ഈ നമ്പറിനെ ഇവിടെ വയ്ക്കുക. ഈ രണ്ട് നമ്പറും മൾട്ടിപ്ലിക്കേഷനാണ് ഉള്ളത്. ഈ നമ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷനിലോട്ട് മാറും. ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലുള്ളത് ഈക്വൽ ടുവിൻ്റെ ആ സൈഡ് കൊണ്ടുപോകുമ്പോൾ ഡിവിഷനിലേക്ക് മാറും. ഇനി ആൻസർ പറയുക, എത്ര വരുന്നു? എത്ര വരുന്നുണ്ടാവും? ഡിവിഷൻ ആണെങ്കിൽ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുക, ജസ്റ്റ് മൈനസ് ചെയ്യുക. അപ്പം ആൻസർ എത്ര വരും? 43നെ ഇത് ഡിവിഷൻ ആണല്ലോ. 43നെ 43 കൊണ്ടിട്ട് തന്നെ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് ആൻസർ വരിക. 0.1. യെസ്, കറക്റ്റ്, സൂപ്പർ. ഇതായ 0.1. ബാക്കി മനസ്സിലായ എല്ലാവർക്കും? By multiplying a number by 0.6 result is 657.24. What is the result? If the number is multiplied by 0.06. By multiplying a number by 0.6, result is 657.24. ഒരു നമ്പറിനെ 0.6 അല്ലേ, ഒരു നമ്പർ വെച്ചിട്ട് 0.6നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 657.24. വാട്ട് ഈസ് ദ റിസൾട്ട് ഇഫ് ദ നമ്പർ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 0.06? അങ്ങനെയാണെങ്കിൽ അതേ സെയിം നമ്പറിനെ 0.06 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ എക്സ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. സോ ക്വസ്റ്റ്യൻ മനസ്സിലായ നോക്കൂ. ബൈ മൾട്ടിപ്ലൈയിങ് എ നമ്പർ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാമിന് ഇങ്ങനത്തെയൊക്കെയാണ് ചോദിക്കുക. സോ by multiplying a number by 0.6, result is 657.24. ഒരു നമ്പർ വെച്ചിട്ട് 0.6നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 657.24. ഓക്കെ, അതേ നമ്പർ എന്ന് വെച്ചാൽ എക്സിനെ, അതേ നമ്പറിനെ 0.06 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ട് കിട്ടുക? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ എക്സിനെ കണ്ടെത്തുക. സോ എക്സ് വിൽ ബി
657.24 ഡിവൈഡഡ് ബൈ 0.6. എത്ര റിസൾട്ട് വരുന്നു പറയൂ. എന്ത് ചെയ്യണം എന്താ ഡിവൈഡ് ചെയ്യാം. 65724 ഡിവൈഡഡ് ബൈ 6 ചെയ്തിട്ട് പറയും. ഡെയിലി ഒരു 10 ഡിവിഷൻ ചെയ്ത് നോക്കിയിരിക്കണം കേട്ടോ. ഡിവിഷൻ സ്പീഡാക്കി എടുക്കണം. ആണോ? 1094 അല്ലല്ലോ. ഒരു കാര്യം പറഞ്ഞുതരാം. എക്സ് എന്ത് വരണോ അതേ തന്നെ ഇവിടെയും എക്സ് വരല്ലോ അല്ലേ? ഇവിടെ 6ന് പകരം 0.6ന് പകരം 0.06 ആണ് വരുന്നത്. ഇത് ഏത് നമ്പറോ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ മാത്രമേ ചേഞ്ച് ഉള്ളൂ. എന്ത് ചേഞ്ചാണ് വരുന്നത്? ഒരു 0 എന്ന് പറഞ്ഞ നമ്പർ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് പോയിന്റ് ശേഷം ഇവിടെ ഒരു ഡിജിറ്റ്, പോയിന്റ് ശേഷം ഇവിടെ 2 ഡിജിറ്റാണ്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 65724 ഇവിടെ 0.6 ഇട്ടത് കാരണം ഇവിടെ 0.24 ഇട്ടു. ഇവിടെ 0.06 ഇട്ടത് കാരണം ഇവിടെ 0.724 ഇടണം. കഴിഞ്ഞ ഇത്ര തന്നെ ആൻസർ. ഓക്കെ, ശരി. ഇപ്പം നിങ്ങൾ ഡിവൈഡ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. 65724 ഡിവൈഡ് ബൈ 6. 1 ടൈം 6 വന്നു, 5 എടുത്തു, ഇവിടെ 0 വെച്ചു, 5 പറ്റില്ല, 7, 57 എന്ന് വെച്ചാൽ 9 തവണ 54, ബാലൻസ് 3, 32, 5 തവണ 30 ഡിവൈഡ് ബൈ 24. ഇത്ര വന്നാ 10954. ഇവിടെ പോയിന്റ് ശേഷം 2 ഡിജിറ്റ്, ഇവിടെ പോയിന്റ് ശേഷം 1 ഡിജിറ്റ്. അപ്പോൾ 2 - 1 1 ആണ് വരിക. ഇവിടെ ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. 1095 ഇൻറ്റു 0.06 എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ വീണ്ടും 1095 ഇൻറ്റു 0.06 എന്ന് പറയുമ്പോൾ 6 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുക. നമുക്ക് വരുന്നത് 65724 എന്നായിരിക്കും. ഇവിടെ പോയിന്റ് എത്ര ശേഷമാണ്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ പോയിന്റ് ശേഷം 1 ഡിജിറ്റ്, പോയിന്റ് ശേഷം 2 ഡിജിറ്റ്. ഇതേ തന്നെ വരുന്നുണ്ടാവും അല്ലേ?
അപ്പോൾ എന്ത് ചെയ്യാൻ സമയം ലാഭിക്കണമെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെ ഏതോ ഒരു സെയിം നമ്പറാണ് വരിക. അപ്പോൾ എവിടെയാണ് ചേഞ്ച് നോക്കുക. ഇവിടെ 0.6 ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ 0.24 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 0.2 ഡബിൾ ഡിജിറ്റ് വരുമ്പോൾ ഇവിടെ ഒന്നും കൂടി കൂട്ടി എഴുതണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു ഡിജിറ്റല്ലേ പോയിന്റ് ശേഷം വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് ശേഷം ഒരു ഡിജിറ്റ് എടുത്ത് എഴുതുക. ഇത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. ഇതെന്തായിരിക്കും പറയാം, ആൻസർ എന്തായിരിക്കും? അങ്ങനെയാണോ പറയാം? ഇല്ല, ഇവിടെ 0.4 എന്ന് വെച്ചപ്പോൾ ഇവിടെ ഡബിൾ ഡിജിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ എന്തോ ഒരു നമ്പർ ഉണ്ട്, അത് പോയിന്റ് ശേഷം ഒരു ഡിജിറ്റേ ഉള്ളൂ എന്നാണ്. അതവിടെ ഇരുന്നോട്ടെ. ഇനി ഇവിടെ 4, ഇവിടെ എന്താ ഈ പോയിന്റ് വന്നിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പോയിന്റ് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് ശേഷം ഒന്നുമില്ല. അപ്പോൾ 2.4 ആണ് വരിക. ആൻസർ എത്രയാണ്? 2.4. വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. 0.24നെ 0.4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ് വരിക. അപ്പോൾ ഇവിടെ 6 വരും. ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്. മൈനസ് ചെയ്താൽ ഒരു ഡിജിറ്റ് 0.6. ആക്ച്വലി എക്സിന് പകരം എന്താണ് വന്നിട്ടുണ്ടായിരിക്കുക? 0.6 ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ 0.6 × 4 എന്ന് പറഞ്ഞാൽ 24 വരും. ഇവിടെ പോയിന്റ് ഒരു നമ്പറിൽ മാത്രമേ ഉള്ളൂ. പോയിന്റ് മനസ്സിലായോ? ഒരു നമ്പർ കൂടി ചെയ്യാം. സൂപ്പർ, 2.5 കറക്റ്റ് ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി. ആൻസർ കംപ്ലീറ്റ് ചെയ്യട്ടെ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ 4 ഇല്ല, 5.4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോഴോ 5.4. ആണോ? ഒന്നുകൂടി ചിന്തിക്കൂ. 0.54. അതല്ലേ മേലെയുള്ളത്. 5.04. ഇവിടെ പോയിന്റ് ശേഷം 2 ഡിജിറ്റ്, ഇവിടെയും പോയിന്റ് ശേഷം 2 ഡിജിറ്റ്. ഇവിടെ ഒന്നുമില്ല, അപ്പോൾ ഇവിടെയും ഒന്നും ഉണ്ടാവില്ല. വിച്ച് മീൻസ് വെറും 54 ആണ് ആൻസർ വരിക. ചെയ്ത് കാണിച്ചു തരാം. എക്സ് എന്തായിരിക്കും എന്ന് വെച്ചാൽ 0.54 / 0.09. പോയിന്റ് ശേഷം 2 സ്ഥലത്തും 2 ഡിജിറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 54നെ 9 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യുക, ആൻസർ എഴുതുക. അപ്പോൾ എക്സിന് എനിക്ക് 6 ആണ് വരുന്നത്. അപ്പോൾ 6 × 9 54. ഓക്കെ, ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ഇവിടെ പോയിന്റ് ശേഷം 1 ഡിജിറ്റ് വന്നു, പോയിന്റ് ശേഷം 2 ഡിജിറ്റ് വന്നു എന്ന് വെച്ചാൽ ഇവിടെ ഏതോ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ പോയിന്റ് ശേഷം 1 ഡിജിറ്റും കൂടി ഉണ്ടായിരുന്നിരിക്കും. അത് കാരണമാണ് പോയിന്റ് ഇൻറ്റു പോയിന്റ്
ഇൻടു വന്നത് കാരണം ഇവിടെ ഒരു ഡിജിറ്റ് ഇവിടെ ഒരു ഡിജിറ്റ് ഇവിടെ റിസൾട്ടിൽ 2 ഡിജിറ്റ് ആയത്. പക്ഷേ ഇവിടെ എക്സിന് എത്ര വാല്യൂ നമുക്കറിയില്ല. ഇവിടെ പോയിന്റ് ശേഷം 2 ഡിജിറ്റും ഇവിടെയും 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു പ്യുവർ നമ്പർ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. അത് മനസ്സിലാക്കാം കേട്ടോ. ശരി, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ആരൊക്കെയാ വീഡിയോ കാണുന്ന ആൾക്കാർ? റെഗുലറായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ആരൊക്കെയാ യൂട്യൂബിലിടുന്നത്? ഞാനുണ്ട്. ഓക്കെ. ഇന്നലെ എന്താ ആരും ടെസ്റ്റിന്റെ കാര്യം ചോദിച്ചില്ല? ബിസി ആയി പോയോ? ബിസി ആയി പോയോ? ടെസ്റ്റിന്റെ കാര്യം ആരും ചോദിച്ചില്ലല്ലോ. 3 പേരും ഫുൾ ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് എഴുതി അയച്ചിട്ടുണ്ടോ? ശരി, ശരി. ഇതിന് ആൻസർ പറയൂ. Zero point 0.005. അല്ലല്ലോ. 0.5, 0.7, 0.3 ഇതിനൊക്കെ ആഡ് ചെയ്ത് 50. 1.5 എന്ന് വന്നിട്ടുണ്ടാവും അല്ലേ? 1.5 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? എത്ര വരും? 3. നോ, 3 വരും. പക്ഷെ പോയിന്റ് കൂടി വെച്ച് പറയൂ. 0.3. 0.3 കറക്റ്റ്. നോക്കൂ, 3 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വരിക. 5 നമ്മൾ അല്ല, 5 ഇവിടെ 5ഉം ഇവിടെ 3 ഇങ്ങനെയാണ് വരിക. ഇവിടെ എത്ര വരും? 3 വരും. പക്ഷേ നമുക്കിവിടെ ഒരു പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 1. ഇവിടെ പോയിന്റ് ശേഷം ഒന്നുമില്ല. അപ്പോൾ 1 - 0 1 തന്നെ വരുള്ളൂ. വിച്ച് മീൻസ് പോയിന്റ് ശേഷം ഒരു ഡിജിറ്റ് വരും. ഓക്കെ.
മാം 0.3 ആണ്. 0.3 3. നോക്കാം. 0.037 മൈനസ് 0.028 മൈനസ് ചെയ്തപ്പോൾ എത്രയാണ് കിട്ടി? 11. യെസ്, 11 കിട്ടി. ഇനി 11 അല്ലടാ, നന്നായി നോക്ക്. 7-ന് 8 പോവില്ല, തൊട്ടടുത്തുനിന്ന് കടം മേടിക്കും. ഇവിടെ 17, 17-ന് 8 പോയാൽ 9 അല്ലേ വരിക. അപ്പോൾ 0.009 ഡിവൈഡ് ബൈ 0. എനിക്ക് അതാ കിട്ടിയത്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇവിടെ പോയിന്റ് ശേഷം 3 ഡിജിറ്റും ഇവിടെ പോയിന്റ് ശേഷം 2 ഡിജിറ്റും. 3 മൈനസ് 2 ഡിവിഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആഡ് ചെയ്യണം കേട്ടോ ഡിജിറ്റിനെ. സോ ഇവിടെ പോയിന്റ് ശേഷം 3 ഡിജിറ്റ്, പോയിന്റ് ശേഷം 2 ഡിജിറ്റ്. അപ്പോൾ പോയിന്റ് ശേഷം 1 ഡിജിറ്റേ പാടുള്ളൂ. സോ 0.9. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. 9 ഡിവൈഡഡ് ബൈ പോയിന്റ് ശേഷം 3 ഡിജിറ്റ് ആയത് കാരണം 3 പൂജ്യം ഇട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ 3 ബൈ 2 പൂജ്യം ഉള്ളത് കാരണം 100 ഇട്ട് കൊടുക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു 9/1000. പിന്നെ ഇത് ഉൾട്ടയായിട്ട് എഴുതാം, 100/3. ഈ 2 പൂജ്യം ക്യാൻസലായി. ഈ 3 9-ൽ 3 തവണ ഉണ്ട്. സോ 3/10. 3/10 പറഞ്ഞാൽ 0.3. ഇവിടെ 3 ആണ് കേട്ടോ, സോറി 3 ആണ്. ഇതല്ലേ ദയ ആൻസർ വന്ന്? ദയ 0.3 അല്ലേ പറഞ്ഞ? കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഫ്രാക്ഷൻ 3.125 can be written as. ഇതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റണം കേട്ടോ. 3.125 ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 3125 ഡിവൈഡഡ് ബൈ 1000 എഴുതിക്കൂടെ? വീണ്ടും എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? 3000 പ്ലസ് 125 എന്ന് എഴുതിക്കൂടെ? 3000/1000. മാം ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഓക്കെ. നോക്കൂ, 3.125നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് 0.125 എന്ന് എഴുതിക്കൂടെ? എന്താ വെച്ചാൽ 3 പോയിന്റ് ഒന്നുമില്ല, പോയിന്റ് ശേഷം ഒന്നുമില്ല, 0.125 ആഡ് ചെയ്താൽ 3.125 കിട്ടുന്നില്ലേ? നമുക്കിങ്ങനെ എഴുതിക്കൂടെ? പോയിന്റ് മുന്നിലുള്ള നമ്പറിന് വെറുതെ അങ്ങനെ എഴുതിയിട്ട് പ്ലസ് ഇട്ടിട്ട് പിന്നെ 0.125 എന്ന് എഴുതി. ഇനി 3 പ്ലസ് 0.125നെ 125 ഡിവൈഡ് ബൈ 1000 എഴുതിക്കൂടെ? ഇനി 125-ൽ 25 എത്ര ടൈം ഉണ്ട്, 1000-ൽ 25 എത്ര ടൈം ഉണ്ട് നോക്കുക. അല്ലെങ്കിൽ കോമൺ ഫാക്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 5 ആണ്. 125-ൽ 5 എന്ന് പറയുന്നത് എത്ര തവണ ഉണ്ട് നോക്കുക. അപ്പോൾ 5 എന്ന് പറയുന്നത് 12-ൽ 5 2 തവണയുണ്ട്. പിന്നെ ബാലൻസ് 2 25 വരും. 5 അപ്പോൾ 125-ൽ 5 25 തവണ. 1000-ൽ 5 എത്ര തവണ വരും എന്ന് വെച്ചാൽ 200 തവണ വരും. വീണ്ടും 25/200 ചെയ്യുക. 25 5 വന്ന 5 തവണയുണ്ട്. 200-ൽ 40 തവണയുണ്ട്. വീണ്ടും 5/40. നമ്മളുടെ ആൻസർ 1/8. 5 വന്ന് 40-ൽ 8 തവണയുണ്ട്. സോ ആൻസർ 3 + 1/8. ഇങ്ങനെ പറയാം, 3 1/8 എന്ന് പറയാം. ഓക്കെ, ശരി. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഒരു തവണയും കൂടി ഞാൻ ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. പറയൂ.
0.8 എവിടെ? ഫസ്റ്റ് 17 അല്ലാലോടാ, 6 വരും പ്ലസ് ഇവിടെ ഒന്നിന് ശേഷം 2 സൈഫർ ഉള്ളത് കാരണം പോയിന്റ് ശേഷം 2 ഡിജിറ്റ് വരണം. സോ 09 വരും. പ്ലസ് ഇവിടെ ഒന്നിന് ശേഷം 3 ഡിജിറ്റ് ഉള്ളത് കാരണം പോയിന്റ് ശേഷം 3 ഡിജിറ്റ് വരണം. പ്ലസ് ഇവിടെ ഒരു സൈഫറേ ഉള്ളൂ, അപ്പോൾ 1 ഡിജിറ്റ് വരണം. ഇനി ആഡ് ചെയ്യും. ശരി, ഇത് പറഞ്ഞു തന്നത് തന്നെയാണ്. നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് അയക്കൂ കേട്ടോ. നോക്കൂ, നമ്മുടെ ടോട്ടലായിട്ട് 38 ഒരു 18 48 56 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? 56 ക്വസ്റ്റ്യൻ ടോട്ടലായിട്ട് ഡെസിമൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് മുതൽ വേറെയാണ് പഠിപ്പിക്കുക. അപ്പോൾ ഈ 56 ക്വസ്റ്റ്യൻ പോലത്തെ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഇന്ന് വൈകുന്നേരം അത് ടെസ്റ്റ് എഴുതിയാൽ മതി നിങ്ങൾ. ഓക്കെ ഓക്കെ ആണോ? 13 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ അയച്ചു തരാം, എഴുതണേ. ശരി, അപ്പോൾ ഓക്കെ, അപ്പോൾ ബൈ. ബൈ.